നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ഹിന്ദി വാചകങ്ങൾ നോക്കാം. ശ്രദ്ധയോടെ അല്ലെങ്കിൽ സൂക്ഷിച്ച്, ഇതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ധ്യാൻ സേ. ധ്യാൻ സേ, ശ്രദ്ധയോടെ അല്ലെങ്കിൽ സൂക്ഷിച്ച്. ഇനി ഇത് വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ, ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കൂ. ധ്യാൻ സേ സുനോ. ധ്യാൻ സേ സുനോ. സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക. സുനോ, കേൾക്കൂ. ഇനി എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചു ചെയ്യൂ എന്ന് പറയണം. ധ്യാൻ സേ കരോ. ധ്യാൻ സേ കരോ. കർണ, ചെയ്യുക. കരോ, ചെയ്യൂ. ഇനി നമ്മൾ കുട്ടികളോട് പറയുകയാണ് ശ്രദ്ധിച്ചു പഠിക്കൂ. ധ്യാൻ സേ പഠോ. പഠന, പഠിക്കുക. പഠോ, പഠിക്കൂ. അതുപോലെ ശ്രദ്ധിച്ചെഴുതൂ. ധ്യാൻ സേ ലിഖോ. ലിഖിന, എഴുതുക. ലിഖോ, എഴുതൂ. ഇപ്പോൾ നമുക്ക് പറയണം സൂക്ഷിച്ചിരിക്കൂ. അതെങ്ങനെ പറയാം? ധ്യാൻ സേ ബൈഠോ. ശ്രദ്ധിച്ചിരിക്കൂ എന്നും പറയാം, അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കൂ. ധ്യാൻ സേ ബൈഠോ. ബൈഠിന, ഇരിക്കുക. ബൈഠോ, ഇരിക്കൂ. സൂക്ഷിച്ചു നോക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ധ്യാൻ സേ ദേഖോ. ദേഖിന, നോക്കുക. ദേഖോ, നോക്കൂ. സൂക്ഷിച്ച് ചാടൂ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചാടൂ. ധ്യാൻ സേ കൂതോ. കൂതിന, ചാടുക. കൂതോ, ചാടൂ. ധ്യാൻ സേ കൂതോ. ശ്രദ്ധിച്ച് ചാടൂ. പോയി രസിക്കൂ. എൻജോയ് ചെയ്യൂ. ജാവോ, മജേ കറോ. ജാവോ, മജേ കറോ. എൻജോയ് ചെയ്യൂ. ചെരിപ്പില്ലാതെ നടക്കരുത്. നങ്കേ പാവ് മത് ചലോ. നങ്കേ പാവ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇടാത്ത കാല്, നഗ്നമായ കാലുകൾ എന്നുള്ളതിനാണ് നങ്കേ പാവ് എന്ന് പറയുന്നത്. നങ്കേ എന്നുള്ളതിൻ്റെ അർത്ഥം നഗ്നമായ എന്നാണ്. ഇപ്പം കാലിൻ്റെ കാര്യമാകുമ്പോൾ ചെരുപ്പില്ലാതെ നടക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. നങ്കേ പാവ് മത് ചലോ. മത് ചലോ എന്ന് പറഞ്ഞാൽ നടക്കരുത്. ചെരിപ്പിടൂ. ചപ്പൽ പെഹൻലോ. പെഹന്ന, ഇടുക എന്നുള്ള അർത്ഥമാണ്. ധരിക്കുക, ഇടുക. ചപ്പൽ പെഹൻലോ, ചെരിപ്പിടൂ. ഇനി ഷൂ ഇടൂ എന്ന് പറയണമെങ്കിൽ ജൂത്ത പെഹൻലോ എന്ന് പറയണം. ജൂത്ത എന്ന് പറഞ്ഞാൽ ഷൂ. ഇനി ചെരിപ്പൂരു അല്ലെങ്കിൽ ഷൂ ഊരു. ഷൂ ഊരു എന്നുള്ളതിന് അപ്നെ ജൂത്തേ ഉത്താർലോ. ഇനി ചെരിപ്പൂരു എന്നാണെങ്കിൽ അപ്നെ ചപ്പൽ ഉത്താർലോ. ഉത്താർന എന്ന് പറഞ്ഞാൽ ഊരുക. അപ്നെ ചപ്പൽ ഉത്താർലോ. ചെരിപ്പൂരു. നഖം വെട്ടൂ. നാഖൂൻ കാട്ടിലോ. നാഖൂൻ എന്ന് പറഞ്ഞാൽ നഖം. കാട്ടിന എന്ന് പറഞ്ഞാൽ മുറിക്കുക അല്ലെങ്കിൽ വെട്ടുക. നാഖൂൻ കാട്ടിലോ. നഖം വെട്ടൂ. അപ്നെ നാഖൂൻ കാട്ടിലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നഖം വെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പനെ ചേർത്ത് പറയുന്നത്. സ്വന്തം നഖം വെട്ടു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുടി കെട്ടൂ. ബാൽ ബനാലോ. ബാൽ ബനാന എന്ന് പറഞ്ഞാൽ മുടി കെട്ടുക എന്നർത്ഥം. അപ്പനെ ബാൽ ബനാലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം മുടി കെട്ടു എന്നുള്ള അർത്ഥമാണ്. അപ്പനെ ബാൽ ബനാലോ. പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കുക. അതിന് ജേബ് കത്തരോസെ ബച്ചേ. ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റാണ്. ജേബ് കത്തര എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കാർ. ജേബ് കത്തരോസെ ബച്ചേ. ജേബ് കത്തരോസെ ബച്ചേ. പോക്കറ്റ് അടിക്കാരിൽ നിന്ന് രക്ഷ നേടുക അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി. മേരാ പേഴ്സ് ഖോ ഗയ. ഖോ ജാന എന്ന് പറഞ്ഞാൽ കളഞ്ഞു പോവുക. ഖോ ഗയ, കളഞ്ഞുപോയി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതായിരുന്നു. മേനെ പഹലേ സേ ഹി ബോലാ ഥാ. പഹലേ സേ ഹി, ആദ്യം തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ. ബോലാ ഥാ, പറഞ്ഞായിരുന്നു. മേനെ പഹലേ സേ ഹി ബോലാ ഥാ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. സ്വന്തം കാര്യം നോക്കൂ. അപ്പനെ കാം സേ കാം രഖോ. അപ്പനെ കാം സേ കാം രഖോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം കാര്യം നോക്കൂ. ഞാൻ നന്നായി ക്ഷീണിച്ചു. മേ ബഹുത് thak gaya ഹൂം. ബഹുത്, വളരെ. thക്കിന, ക്ഷീണിക്കുക. thak gaya, ക്ഷീണിച്ചുപോയി. എനിക്ക് കുറച്ച് വിശ്രമിക്കണം. മുझे थोड़ा ആരാം കർനാ ഹേ. മുझे थोड़ा ആരാം കർനാ ഹേ. ആരാം കർന, വിശ്രമിക്കുക. വീട് അടച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഘർ തോ ബന്ദ് ഹേ. വീട് അടച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഘർ തോ ബന്ദ് ഹേ അല്ലെങ്കിൽ ഘർ ബന്ദ് ഹേ അല്ലെങ്കിൽ താലാഹേ എന്നും പറയാം. നമ്മൾ പൂട്ടുന്നതിന് താലാഹേ എന്ന് പറയാം. പൂട്ടിയിരിക്കുവാണ്, താലാഹേ. എനിക്ക് താക്കോൽ തരൂ. മുझे ചാബി ദേ ദോ. ചാബി എന്ന് പറഞ്ഞാൽ താക്കോൽ.
ദേദോ തരൂ, മുझे ചാബി ദേദോ. താക്കോൽ എൻ്റെ അടുത്തില്ല. ചാബി മേരെ പാസ് നഹി ഹേ. ചാബി മേരെ പാസ് നഹി ഹേ. മേരെ പാസ് എൻ്റെ അടുത്ത്, നഹി ഹേ ഇല്ല. പിന്നെ ആരുടെ അടുത്താണ്? ഫിർ കിസ്കെ പാസ് ഹേ. കിസ്കെ പാസ് എന്നുള്ളത് ആരുടെ അടുത്ത്. ഫിർ കിസ്കെ പാസ് ഹേ പിന്നെ ആരുടെ അടുത്താണ്? പൂട്ടിയതാരാണ്? താല കിസ്നെ മാരാഥ അല്ലെങ്കിൽ താല കിസ്നെ ലഗായാഥ എന്നും ചോദിക്കാം. രണ്ട് രീതിയിലും ചോദിക്കാം. താല മാർന എന്ന് പറഞ്ഞാൽ പൂട്ടുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ താല ലഗാന എന്നും പറയാം. താല കിസ്നെ മാരാഥ അല്ലെങ്കിൽ താല കിസ്നെ ലഗായ എന്ന് ചോദിക്കാം. താക്കോൽ നഷ്ടപ്പെട്ടു. ചാബി ഖോ ഗയ. ഖോ ജാന നഷ്ടപ്പെടുക. ഖോ ഗയ നഷ്ടപ്പെട്ടു. ചാബി ഖോ ഗയ താക്കോൽ നഷ്ടപ്പെട്ടു. താക്കോൽ മറന്നുപോയി. ചാബി ഭൂൽ ഗയ. ഭൂൽ ജാന മറന്നുപോവുക. ഭൂൽ ഗയ മറന്നുപോയി. ചാബി ഭൂൽ ഗയ. സങ്കടപ്പെടേണ്ട. ഉദാസ് മത് ഹോ. ഉദാസ് മത് ഹോ ജാന സങ്കടപ്പെടേണ്ട അങ്ങനെയും പറയാം. എന്തെങ്കിലും വഴിയുണ്ടോ? കോയി രാസ്ത ഹേ. എന്തെങ്കിലും വഴിയുണ്ടോ? കോയി രാസ്ത ഹേ. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. കോയി രാസ്ത നിക്കാലെങ്കേ. കോയി രാസ്ത നിക്കാലെങ്കേ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശാന്തമായിട്ട് ആലോചിക്കൂ. ശാന്ത് ഹോക്കർ സോച്ചോ. ശാന്ത് ഹോക്കർ ശാന്തമായിട്ട്, സോച്ചോ ആലോചിക്കൂ. പൂട്ടിയതിന് ശേഷം താക്കോൽ എവിടെ വെച്ചായിരുന്നു അല്ലെങ്കിൽ എവിടെയാണ് വെച്ചത്? താലാ കർനെ കെ ബാദ് ചാബി കഹാ രഖാ ഥാ അല്ലെങ്കിൽ താല മാർനെ കെ ബാദ് അല്ലെങ്കിൽ താല ലഗാനെ കെ ബാദ് ഇതിലേത് വേണമെങ്കിലും പറയാം. ചാബി കഹാ രഖാ ഥാ എവിടെയാണ് വെച്ചത്? രഖിന വയ്ക്കുക എന്നാണ് അർത്ഥം. രഖ വെച്ചു. എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല. മുझे ബിൽക്കുൽ യാദ് നഹി ആ രഹാ ഹേ. ബിൽക്കുൽ ഒട്ടും. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. യാദ് നഹി ആ രഹാ ഹേ ഓർമ്മ വരുന്നില്ല. വേറെ താക്കോലുണ്ടോ? ദൂസര ചാബി ഹേ. ദൂസര ചാബി ഹേ. ദൂസര എന്ന് പറഞ്ഞാൽ വേറെ, രണ്ടാമത്തത് എന്നുള്ള അർത്ഥമാണ്. അതെടുത്തിട്ട് വരൂ. വോ ലേക്കറാവോ. വ ലേക്കറാവോ. ലേക്കറാവോ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വരൂ. അല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരൂ. ഹേത്തോ ലേക്കറാവോ. ഹേത്തോ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ. ഹേത്തോ ലേക്കറാവോ. എനിക്കിപ്പോൾ കുളിക്കണം. മുझे അഭി സ്നാൻ കർണ ഹേ. സ്നാൻ കർണ കുളിക്കുക. മുझे അഭി സ്നാൻ കർണ ഹേ എനിക്കിപ്പോൾ കുളിക്കണം. വെള്ളമുണ്ടോ? പാനി ഹേ ക്യാ. പാനി ഹേ ക്യാ വെള്ളമുണ്ടോ? പൈപ്പിൽ വെള്ളം വരുന്നില്ല. നൽമേ പാനി നഹി ആ രഹാ ഹേ. നൾ എന്ന് പറഞ്ഞാൽ പൈപ്പ്. പാനി നഹി ആ രഹാ ഹേ വെള്ളം വരുന്നില്ല. ബക്കറ്റിലും വെള്ളമില്ല. ബാൽട്ടി മേം ഭി പാനി നഹി ഹേ. ബാൽട്ടി ബക്കറ്റ്. ബാൽട്ടി മേം ഭി ബക്കറ്റിലും പാനി നഹി ഹേ വെള്ളമില്ല. വെള്ളം എപ്പോൾ വരും? പാനി കബ് ആയേഗ. പാനി കബ് ആയേഗ എപ്പോൾ വരും? എനിക്ക് നല്ല ചൂടെടുക്കുന്നു. മുझे ബഹുത് ഗർമി ലഗ് രഹി ഹേ. ഗർമി ചൂട്. ഗർമി ലഗ് രഹി ഹേ ചൂടെടുക്കുന്നു. ഫാൻ ഇടൂ. പങ്ഖ ചാലു കരോ. ഫാൻ ഓണാക്കൂ. പങ്ഖ ചാലു കരോ. അല്ലെങ്കിൽ എ സി ഇടൂ. എ സി ചാലു കരോ. എ സി ഓൺ ചെയ്യുന്നുള്ളതിന് എ സി ചാലു കരോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്